ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, അതിൽ ബയോളജിക്ക് വേണ്ടിയിട്ട് 2 ബുക്കുണ്ട്. ഫസ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലെ ബയോളജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു സിലബസ് കേരള PSC ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന LDC, LGS, ഓഫീസ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സെയിൽസ് അസിസ്റ്റൻറ്റ്, ഇവയ്ക്കെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടൊരു പ്രാഥമിക ഘട്ട പരീക്ഷ നടക്കാൻ പോകണം. അതിൻ്റെ ഒരു സിലബസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിൽ നാച്ചുറൽ സയൻസ് 7ാമത്തെ മൊഡ്യൂളാണ് നാച്ചുറൽ സയൻസ്. അതിൽ ഏറ്റവും ആദ്യം പറയുന്നതാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നാണ്. ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ്സിൽ ബയോളജി മാത്രം 2 ബുക്കുണ്ട്. ഫസ്റ്റ് ബുക്കിൽ ഏകദേശം ഈ പറയുന്ന 4 ചാപ്റ്റേഴ്സും ഫസ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ 4 ചാപ്റ്റേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ മാത്രമേ മനുഷ്യ ശരീരത്തെക്കുറിച്ച് എന്തെങ്കിലും ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ 2ാമത്തെ ബുക്കിൽ ഈ പറയുന്ന 5ാമത്തെ ചാപ്റ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഈ മനുഷ്യ ശരീരം എന്നുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് അത് വേണമെന്നില്ല. അതുകൊണ്ടാണ് ഈ 1-2 ബുക്കിലായിട്ടുള്ള ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആദ്യമേ നോക്കാം. കാരണം എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് വരുവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. നാച്ചുറൽ സയൻസിൻ്റെ അകത്ത് പെടുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ബയോളജിക്കകത്തെ ഫസ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അറിയാനും പ്രതികരിക്കാനും എന്നുള്ളതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ പേര്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് വരുന്നത് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് പണ്ട് മുതലേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരുപാട് കാണാൻ വേണ്ടി സാധിക്കും. നെർവസ് സിസ്റ്റത്തെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സെൻട്രൽ ആൻഡ് പെരിഫറൽ നെർവസ് സിസ്റ്റം, അതിനും ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് വഴിയെ പറയാം. അതുപോലെ തന്നെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ വിയുടെ എക്സാമിന് ഒരു റാങ്ക് ഫയലിലും ഇതുവരെ ഒരു റാങ്ക് ഫയലിലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ റെയറായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയുണ്ടായി. മസ്തിഷ്കത്തിലെ ന്യൂറോൺസിനെ കവർ ചെയ്യുന്ന സെൽ മെംബ്രെയിൻ്റെ പേരെന്താണ്? ആ ഒരു രീതിയിലുള്ളൊരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ ഒരു ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത്തരം ക്വസ്റ്റ്യൻസൊക്കെ റെയറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ ഇത്തരം ചാപ്റ്റേഴ്സിൻ്റെ അകത്ത് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ സിനാപ്സ് ആൻഡ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ, എങ്ങനെയാണ് മെസ്സേജ് ട്രാൻസ്മിഷന്, ന്യൂറോണിൻ്റെ സ്ട്രക്ചർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ വരച്ച് പഠിച്ച് അവർക്ക് SIക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് സിനാപ്സ് ആൻഡ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ. അതുപോലെ തന്നെ ബ്രെയിന് റിഫ്ലക്സ് ആർക്ക് അതും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സിമ്പത്തറ്റിക് ആൻഡ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കൊരു കോഡുണ്ട്. കാണപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക്കും കുറച്ച് പാടായിരിക്കും. നമ്മളത് കോഡ് ചെയ്യും. അല്ലെങ്കിൽ ഒന്നും കാണപ്പാടം പഠിക്കേണ്ട, നമ്മളത് മനസ്സിലാക്കി തന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ചാപ്റ്ററാണ് അറിയാനും പ്രതികരിക്കാനും, സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ MCQ ടൈപ്പ് ആയിരിക്കും ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പാർലി പറഞ്ഞു പോകും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ടേംസും നമ്മൾ പാർലി പറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അറിയാനും പ്രതികരിക്കാനും. ഓക്കെ, വളരെ വലിയൊരു ചാപ്റ്ററാണ്. ഒരുപക്ഷെ അരമണിക്കൂർ ഒക്കെ നീളം വന്നേക്കാം ഈ ഒരു ചാപ്റ്ററിന്. എന്തായാലും ഒറ്റ വീഡിയോ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അറിയാനും പ്രതികരിക്കാനും, സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകൾക്ക് പറയുന്ന പേരാണ് ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മുടെ മനുഷ്യ ശരീരം അല്ലെങ്കിൽ ജീവികൾ റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നുകിൽ ബാഹ്യമാകാം, അതുപോലെ തന്നെ വേണമെങ്കിൽ ഉള്ളിൽ നിന്ന് മനുഷ്യ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന സ്റ്റിമുലസ് ആകാം. അങ്ങനെ 2 തരം സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എല്ലാ ജീവജാലങ്ങളും റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവികളിൽ പ്രതികരണങ്ങൾക്ക് അഥവാ റെസ്പോൺസിന് കാരണമാകുന്ന പ്രേരണകൾ അറിയപ്പെടുന്ന പേരാണ് ഉദ്ദീപനങ്ങൾ അഥവാ സ്റ്റിമുലസ്. അതുപോലെ ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണമാണ് സ്പർശം, അതുപോലെ തന്നെ ശബ്ദം, ഭൂഗുരുത്വം, ഗ്രാവിറ്റി ഓർത്തോണം. ഇതെല്ലാം തന്നെ ഉദ്ദീപനം അഥവാ സ്റ്റിമുലസിന് എക്സാമ്പിൾസ് ആണ്. ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾ അറിയപ്പെടുന്ന പേര് ഉദ്ദീപനങ്ങൾക്ക് എക്സാമ്പിളാണ് വിശപ്പും ദാഹവും. വെളിയിൽ നിന്ന് മാത്രമല്ല ഉദ്ദീപനം ഉണ്ടാവുക, ശരീരത്ത് ഉള്ളിൽ നിന്നും ഉണ്ടാകാം. എക്സാമ്പിളാണ് വിശപ്പും ദാഹവും. അതുപോലെ തന്നെ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലുമുള്ള സവിശേഷമായ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് റിസപ്റ്റേഴ്സ് എന്നറിയപ്പെടും. ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ സെൻസറി ഓർഗൻസ്, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും ഉള്ള സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ. അപ്പം നമ്മുടെ നാവിൻ്റെ തുമ്പിലും അതുപോലെ തന്നെ നാവിലൊക്കെ പലതരം സെൻസേഴ്സ് അഥവാ സെൻസറി സെൽസ് ഉണ്ട്, ഗ്രാഹികളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം കണ്ണിൻ്റെ ഉള്ളിൽ റോഡ്സ്, കോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിസപ്റ്റർ സെല്ലുകളുണ്ട്. ഇതൊക്കെ എന്താണ് റിസപ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ തന്നെ ഗ്രാഹികൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. റിസപ്റ്റേഴ്സ്
വെളിയിൽ നിന്ന് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആയിട്ടുള്ള സിഗ്നൽസ് സ്വീകരിച്ചതിന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെസ്സേജസ് അഥവാ സന്ദേശങ്ങൾ രൂപപ്പെടുത്തിയതിന് ശേഷം ഒന്നുകിൽ ബ്രെയിനിലേക്ക് കൊടുക്കും, അതുമല്ലാന്നുണ്ടെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് കൊടുക്കും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇനിയിപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങൾ തലച്ചോറിൽ എത്തുന്നതോടെയാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സ്റ്റിമുലസിനെ റിസപ്റ്റേഴ്സ് സ്വീകരിച്ചതിന് ശേഷം തലച്ചോറിൽ എത്തിക്കുന്നു. തലച്ചോറിൽ എത്തിച്ചതിന് ശേഷമാണ് അതിന് ഈ സ്റ്റിമുലസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ അഥവാ പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അഥവാ തുടങ്ങുന്നത്. സന്ദേശങ്ങൾ രൂപപ്പെടുത്തുകയും പ്രതികരണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ. മെസ്സേജസിനെ റിസീവ് ചെയ്യും, അതുപോലെ തന്നെ പ്രതികരണ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യവസ്ഥ, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന വ്യവസ്ഥയാണ് നാഡീവ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം. നാഡീവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കം അഥവാ നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ സുഷുപ്ന, നാഡികൾ, ഗ്രാഹികൾ എന്ന് പറഞ്ഞാൽ റിസപ്റ്റേഴ്സ്, നാഡികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെർവ്സ്. മസ്തിഷ്കം, സുഷുപ്ന അഥവാ നമ്മുടെ സ്പൈനൽ കോഡ്, നാഡികൾ, ഗ്രാഹികൾ. മസ്തിഷ്കം, സുഷുപ്ന, നാഡികൾ, ഗ്രാഹികൾ ഇവയെല്ലാം കൂടെ ചേർന്നാണ് നാഡിക വ്യവസ്ഥ അഥവാ നെർവസ് സിസ്റ്റം എന്ന് വിളിക്കാം. നാഡീവ്യവസ്ഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഡീകോശമാണ് അഥവാ ന്യൂറോൺ. നാഡീകോശം, നെർവ് സെൽ അഥവാ ന്യൂറോൺ ആണ് നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം അഥവാ ബേസിക് എലമെൻറ്റ്. നാഡീകോശത്തിൽ കോശസ്തരം, അതുപോലെ തന്നെ കോശദ്രവ്യം, ന്യൂക്ലിയസ് എന്നിവ കാണപ്പെടുന്നു. ഏതൊരു സെല്ലിലും ഉള്ളതുപോലെ പ്ലാന്റ് സെല്ല് നമ്മൾ പഠിച്ചു, ആനിമൽ സെല്ലിൽ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കിയിരുന്നു, 8ാം ക്ലാസ്സിലൊക്കെ ബേസിക് സയൻസിൽ. അപ്പോൾ ഏതൊരു സെല്ലിലും ഉള്ളതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ അഥവാ കോശസ്തരമുണ്ട്, അതുപോലെ തന്നെ കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ട്. ഒരു നെർവ് സെല്ലിനും നാഡീകോശവും ബാക്കിയുള്ള സെല്ല് പോലെ തന്നെ ഒരു സെല്ലാണ് ഈ പറഞ്ഞ സെൽ മെംബ്രെയിന്, സൈറ്റോപ്ലാസം, ന്യൂക്ലിയസ് എന്നിവയെല്ലാം ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഒരു നെർവ് സെല്ലിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയാണ് നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഒരു നെർവ് സെല്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ചിലപ്പോഴൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. ഒരു നെർവ് സെല്ലിന് ഓൾറെഡി പറഞ്ഞു ഒരു സെൽ മെംബ്രെയിൻ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സൈറ്റോപ്ലാസം ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയസ് കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെൻഡ്രോണ്, ഡെൻഡ്രൈറ്റ്സ്, ആക്സോണൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോശ ശരീരം അഥവാ സെൽ മെംബ്രെയിൻ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഡെൻഡ്രൈറ്റ്സിനെ പറ്റിയാണ് ആദ്യം പറഞ്ഞത്. ഡെൻഡ്രോണിൻ്റെ ശാഖ ഈ കാണുന്നതാണ് ഡെൻഡ്രോൺ, ഈ കാണുന്ന ചെറിയ ചെറിയ ഡിവിഷൻസാണ് ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രോണിൻ്റെ ശാഖകളാണ് ഡെൻഡ്രൈറ്റ് എന്നറിയപ്പെടുന്നത്. തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഡെൻഡ്രൈറ്റിന് ഉള്ളത്. അപ്പോൾ സന്ദേശം സ്വീകരിക്കുന്ന ആരാണ്? ആക്സോൺ അല്ല, ഡെൻഡ്രൈറ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡെൻഡ്രോൺ? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തു. അപ്പം നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. അപ്പം നീളം കുറഞ്ഞ തന്തു ഇതാണ്. നീളം കുറഞ്ഞ തന്തു ഡെൻഡ്രോൺ ആണ്, നീളം കൂടിയത് ആക്സോൺ ആണ്. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവാണ് ഡെൻഡ്രോൺ. ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശ ശരീരത്തിൽ എത്തിക്കുക എന്നുള്ള ഫംഗ്ഷനാണ് ഡെൻഡ്രോണിന് ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ശ്വാൻ കോശം, മൈലിൻ ഈ കാണിച്ചിരിക്കുന്നത് ഒരു നെർവ് സെല്ലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആക്സോണിനെ പൊതിഞ്ഞുകൊണ്ട് മൈലിൻ ഷീത്തുണ്ട്. മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഈ മൈലിൻ ഷീത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും 2 തരം കോശങ്ങൾ കൊണ്ടാണ്. ശ്വാൻ കോശം, ഇവിടെ ശ്വാൻ കോശമാണ്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് കോശങ്ങളുണ്ട്, മൈലിൻ ഷീത്തിനെ പൊതിയുന്ന മറ്റൊരു ടൈപ്പ് കോശമുണ്ട്. അത് നമുക്ക് നോക്കാം, ഉടനെ തന്നെ നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ശ്വാൻ കോശങ്ങളാലാണ് ഈ പറഞ്ഞ മൈലിൻ ഷീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ആക്സോണിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ. അതുപോലെ തന്നെ ആക്സോൺ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നീളം കൂടിയ തന്തുവാണ്, കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നതും ആക്സോണാണ്. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ അഥവാ ഇമ്പൾസസിനെ പുറത്തേക്ക് ക്യാരി ചെയ്യുന്നത് ആക്സോണാണ്. ഇനിയിപ്പം ആക്സോണൈറ്റ് എന്താണെന്നുള്ള കാര്യം നോക്കാം. ഈ കാണുന്ന ചെറിയ ചെറിയ ഡിവിഷൻസാണ് ആക്സോണൈറ്റ്. ആക്സോണിൻ്റെ ശാഖകൾ, ആക്സോണാണ് നീളം കൂടിയത്, ആക്സോണിൻ്റെ ചെറിയ ചെറിയ ശാഖകളാണ് ആക്സോണൈറ്റ് എന്നറിയപ്പെടുന്നത്. ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുക എന്നുള്ളതാണ് ആക്സോണൈറ്റിൻ്റെ ഫംഗ്ഷൻ. ഇനിയിപ്പോൾ എന്താണ് സിനാപ്റ്റിക് നോബ് എന്നുള്ള കാര്യം നോക്കാം. അതായത്
രണ്ട് നെർവെൻഡിങ്ങുകൾ ചേരുന്ന ആ ഒരു ജംഗ്ഷനെ ആയിരിക്കും നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുക. രണ്ട് നെർവെൻഡിങ്ങുകൾ, എപ്പോഴും രണ്ട് നെർവെൻഡിങ്ങുകളാവണമെന്നില്ല, ഒരു നെർവെൻഡിങ്ങും അതുപോലെ തന്നെ ഒരു മസിൽ സെല്ലിൻ്റെ എൻഡിങ്ങും കൂടെ ആവാം. അങ്ങനെയുള്ള എൻഡിങ്ങിനെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ജംഗ്ഷനെ ആയിരിക്കും നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുക. ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം ഈ പറഞ്ഞ സിനാപ്റ്റിക് നോബിൻ്റെ അകത്തുണ്ടാകും. അതുപോലെ തന്നെ നാഡീ പ്രേഷകങ്ങൾ സ്രവിക്കുന്നതും ഈ പറഞ്ഞ ആക്സോണൈറ്റിൻ്റെ എൻഡിങ്ങിൽ നിന്നാണ്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ നാഡീയ പ്രേഷകങ്ങൾ സ്രവിക്കുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. സിനാപ്സ് എന്തെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനിയിപ്പോൾ ആക്സോണുകളെ ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേരായിരിക്കും മൈലിൻ ഷീത്ത് മുമ്പേ കാണിച്ചല്ലോ. അതുപോലെ തന്നെ ഒരു കൂട്ടം ആക്സോണുകൾ ചേർന്ന് രൂപം കൊള്ളുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഡിയാണ് അഥവാ നെർവാണ്. ഒരു കൂട്ടം ആക്സോണുകൾ, അപ്പം ഒരു ആക്സോൺ മാത്രമല്ല, ഒരു കൂട്ടം ഒന്നിലധികം ആക്സോണുകൾ ചേർന്നിട്ടാണ് ഒരു നാഡി അഥവാ ഒരു നെർവ് ഫോം ചെയ്യുന്നത്. മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ടാണ്. മുമ്പേ കണ്ടത് ഷ്വാൻ കോശം കൊണ്ടാണ്, അവിടെ മൈലിൻ ഷീത്ത് നിർമ്മിച്ചിരിക്കുന്നത്. എപ്പോഴും മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നത് ഷ്വാൻ കോശങ്ങൾ കൊണ്ട് ആവണം എന്നില്ല. ഇനിയിപ്പോൾ അടുത്ത പറയാൻ പോകുന്ന ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇക്കഴിഞ്ഞ VU എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്, പാഠപുസ്തകത്തിന് ചോദിച്ച ചോദ്യമാണ്. അങ്ങനെ എല്ലാ റാങ്ക് ഫയലിലൊന്നും കാണാൻ പറ്റുന്നൊരു ചോദ്യമല്ല. മസ്തിഷ്കത്തിലെയും അതുപോലെ തന്നെ സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷമായ കോശങ്ങളാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ. ഇക്കഴിഞ്ഞ VUക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പം എപ്പോഴും ഷ്വാൻ കോശങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല മൈലിൻ ഷീത്ത് നിർമ്മിക്കുന്നത്. മസ്തിഷ്കത്തിലെയും, അതായത് നമ്മുടെ ബ്രെയിനിലെയും അതുപോലെ തന്നെ സ്പൈനിലെയും നെർവ്സിൻ്റെ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്ന സെല്ല് വെച്ചിട്ടാണ്. ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെടുന്നു. ഒളിഗോഡെൻഡ്രോസൈറ്റ് മൈലിൻ ഷീറ്റ് നിർമ്മിക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പം നമുക്കറിയാം മൈലിൻ ഷീറ്റ് നിർമ്മിക്കപ്പെടുന്നത് ഒന്നെങ്കിൽ ഷ്വാൻ സെല്ല് വെച്ചിട്ടായിരിക്കും, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ടായിരിക്കും. ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ച് നിർമ്മിക്കപ്പെടുന്നത് എപ്പോഴും ബ്രെയിനിലെയും സ്പൈനിലെയും നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒളിഗോഡെൻഡ്രോസൈറ്റ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, ഒരു ഷ്വാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. നമ്മൾ മുമ്പേ കണ്ട പോലെ തന്നെ നമ്മൾ നെർവ് സ്ട്രക്ചർ നോക്കിയിരുന്നല്ലോ, അവിടെ കണ്ടത് ഷ്വാൻ സെല്ല് വെച്ചിട്ടാണ്. ഒരു തവണ തന്നെ പലതവണ ആവർത്തിച്ചാണ് വലയം ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഷ്വാൻ കോശം ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്യുന്നു. മൈലിൻ ഷീറ്റിൻ്റെ നിറം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിളങ്ങുന്ന വെള്ള നിറമാണ്. അതുപോലെ തന്നെ വൈറ്റ് മാറ്റർ, ഗ്രേ മാറ്റർ ചോദിക്കാറുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് വൈറ്റ് മാറ്റർ. അപ്പം സെറിബ്രത്തിൻ്റെ ഔട്ടർ ലെയർ അറിയപ്പെടുന്ന പേര് എന്നുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അത് അറിയപ്പെടുന്ന പേര് വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. കാരണം അവിടെ ഉള്ളത് തിളങ്ങുന്ന വെള്ള നിറമുള്ള മൈലിൻ ഷീത്ത് കവേർഡായിട്ടുള്ള നെർവ് സെല്ലുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിറം വൈറ്റ് കളറായിരിക്കും. ഇനിയിപ്പോൾ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്നറിയപ്പെടുക. ബ്രെയിനിലെയും അതുപോലെ തന്നെ സ്പൈനിലെയും മൈലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗമാണ് ഗ്രേ മാറ്റർ എന്ന് അറിയപ്പെടുക. ഇനിയിപ്പോൾ മൈലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ അഥവാ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്സോണിന് പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ ഓക്സിജൻ, ഇത് പോഷക ഘടകമാണ് ഉദ്ദേശിച്ചത്, പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ ഓക്സിജൻ തുടങ്ങിയവ നൽകുക, അതുപോലെ തന്നെ ആവേഗങ്ങളുടെ വേഗത അഥവാ ഇമ്പൾസിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ വൈദ്യുത ഇൻസുലേറ്ററായി പ്രവർത്തിക്കുക, അതുപോലെ തന്നെ ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയൊക്കെയാണ് മൈലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ. പ്രധാനമായിട്ടും ആക്സോണിന് വേണ്ടുന്ന പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ ഓക്സിജൻ നൽകുക, അതുപോലെ തന്നെ വൈദ്യുത ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കുക, ഇമ്പൾസസിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക. ഇതും പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്, ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത്. ഓക്കെ, ആക്സിഡൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. നാഡീവ്യവസ്ഥയുടെ നിയന്ത്രണവും ഏകോപനവും സാധ്യമാവുന്നത് സന്ദേശങ്ങളിൽ കൂടിയാണ് അഥവാ മെസ്സേജസ് കൂടിയാണ്. നിയന്ത്രണവും ഏകോപനവും, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ സാധ്യമാവുന്നത് മെസ്സേജസിൽ കൂടി ആണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഒരു നെർവിൽ കൂടെ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അഥവാ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ അകത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഒരു നെർവ് സെല്ലുണ്ട്, നെർവ് സെല്ലിൻ്റെ ആക്സോണാണ് നമ്മളിവിടെ
വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജും ഉണ്ടാവും. ഇവിടെ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ടാകുന്ന സമയത്ത് ആ സ്റ്റിമുലൈ ഉണ്ടായ ഭാഗത്തെ ചാർജ് പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി. ആ പെട്ടെന്നുള്ള ചേഞ്ച് തൊട്ടടുത്ത് ഉള്ള ബാക്കിയുള്ള സെല്ലുകൾ റെസ്പോണ്ട് ചെയ്യും. അതിൻ്റെ ചാർജസും പതുക്കെ ക്രമേണ നെഗറ്റീവ് ആവും. അതിങ്ങനെ എന്താണ്, ഈ നെഗറ്റീവ് എന്നുള്ളത് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങോട്ട് നീങ്ങും. അതായത് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഈ പറഞ്ഞ ആക്സോണിൽ കൂടെ ട്രാവൽ ചെയ്യും. അങ്ങനെ അത് എന്താണ്, സിനാപ്സിലെത്തും. സിനാപ്സിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യും. അവിടെയും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാവും, ഒരു ഇലക്ട്രിക്കൽ ചേഞ്ച് ഉണ്ടാവും. അത് അടുത്ത നെർവിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അതങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഏറ്റവും അവസാനം ഒന്നുകിൽ സ്പൈനിലോ അതുമല്ലെന്നുണ്ടെങ്കിൽ ബ്രെയിനിലോ ചെല്ലും. ഇങ്ങനെയാണ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഈ പറഞ്ഞ നെർവിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ഇപ്പം ഇവിടെ തൊടുന്ന സമയത്ത് ആ പോസിറ്റീവ് എന്നുള്ളത് നെഗറ്റീവായിട്ട് മാറുക, ആ നെഗറ്റീവായിട്ട് മാറുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് ബാക്കിയുള്ള സെല്ലുകളും ചെയ്യുന്നു. അങ്ങനെയാണ് ഇവിടെ ട്രാൻസ്മിഷൻ നടക്കുക. ഏകദേശം ഇതേ വർക്കിംഗ് തന്നെയാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ, അതായത് മൊബൈലിൻ്റെയൊക്കെ ടച്ച് സ്ക്രീനിൻ്റെ വർക്കിങ്ങും ഏകദേശം സെയിം തന്നെയാണ്. തൊടുന്ന ഭാഗത്തെ ചാർജ് നെഗറ്റീവായിട്ട് മാറുക ഈ ഒരു സെയിം വർക്കിംഗ് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഈ പറഞ്ഞ ടച്ച് സ്ക്രീനൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നാഡീകോശത്തിൻ്റെ പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും നിലനിൽക്കുന്നു. അയോണുകളുടെ വിന്യാസത്തിലുള്ള വ്യത്യാസമാണ് വ്യത്യസ്ത ചാർജ് രൂപീകരണത്തിന് കാരണം. അതുപോലെ ഉദ്ദീപിക്കപ്പെടുമ്പോൾ കോശസ്തരത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയിട്ട് മാറുന്നു. സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവ് ചാർജും ആയിട്ട് മാറുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് സ്റ്റിമുലേ വന്ന ഭാഗത്ത് എന്തായിട്ട് മാറി, പുറത്ത് നെഗറ്റീവ് ആയ സമയത്ത് തന്നെ അകത്ത് നെഗറ്റീവുമായിട്ട് മാറി. ഉദ്ദീപിക്കപ്പെടുമ്പോൾ കോശസ്തരത്തിന് അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ആയി മാറുന്നു. പെട്ടെന്നുണ്ടാകുന്ന ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രക്രിയ തുടരുന്നത് വഴി വൈദ്യുത പ്രവാഹമായി സന്ദേശങ്ങൾ പ്രവഹിക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് നെർവിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം. നാഡീകോശത്തിലൂടെ പ്രേഷണം ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നാഡീയ ആവേഗങ്ങൾ അഥവാ നെർവ് ഇമ്പൾസ് എന്നാണ്. നാഡീകോശത്തിലൂടെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്ന സന്ദേശങ്ങൾ അറിയപ്പെടുന്നത് നെർവ് ഇമ്പൾസ് അഥവാ നാഡീയ ആവേഗങ്ങൾ. ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റ് കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യുവാൻ സഹായിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റ് കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യുവാൻ സഹായിക്കുന്ന ഭാഗം സിനാപ്സ്. മറ്റ് കോശം എന്ന് പറയാൻ കാര്യം എപ്പോഴും നാഡീകോശത്തിലേക്ക് തന്നെ മാറണം എന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ അതൊരു മസിൽ സെല്ലിലേക്കും ആകാം. ഒരു സിനാപ്സ് എപ്പോഴും രണ്ട് നെർവ്സ് ചേരുന്ന ജംഗ്ഷൻ ആയിരിക്കണം നിർബന്ധമില്ല. ഒരു നെർവ് എൻഡിങ്ങും അതുപോലെ തന്നെ ഒരു മസിലിൻ്റെ എൻഡിങ്ങും ആയിക്കഴിഞ്ഞാൽ അതും സിനാപ്സ് തന്നെയാണ്. നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റ് കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് സിനാപ്സ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗമാണ് സിനാപ്സ്. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭാഗത്തിന് പറഞ്ഞ പേരാണ് സിനാപ്സ്. ആക്സോണിൽ നിന്ന് വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തുമ്പോൾ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്ന രാസവസ്തുക്കൾ അറിയപ്പെടുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അഥവാ നാഡീയ പ്രേഷകങ്ങൾ. ഓക്കെ, നാഡീയ പ്രേഷകങ്ങൾ തൊട്ടടുത്തുള്ള ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതാവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽ കോളിനും അതുപോലെ തന്നെ ഡോപ്പമിനും. അസറ്റൈൽ കോളിനും അതുപോലെ തന്നെ ഡോപ്പമിനും. അസറ്റൈൽ കോളിൻ അതുപോലെ തന്നെ ഡോപ്പമിൻ. ഓക്കെ, ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നമുക്ക് സിഗരറ്റ് വലിക്കുന്ന സമയത്ത് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഡോപ്പമിനാണ് റിലീസ് ചെയ്യുന്നത്. അവർക്ക് പിന്നീട് ആ ഡോപ്പമിൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അവർ ഈ വിഡ്രോവൽ സിംറ്റം ഒക്കെ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അതുപോലെ ആൽക്കഹോളിക്സ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോഴും അവർക്ക് റിലീസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഡോപ്പമിനാണ്. അത് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഡോപ്പമിൻ റിലീസ് ചെയ്യും. ഇത് സാറ്റിസ്ഫാക്ടറി ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട് ഡോപ്പമിനെ. അവർക്ക് എന്താണ് ഒരു തികഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. അതുകൊണ്ടാണ് ഈ ഡോപ്പമിൻ അഡിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ചിലർക്ക് ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും സന്തോഷം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഡോപ്പമിൻ റിലീസ് ഉണ്ടാകുന്നത്. ചിലർക്ക് മൊബൈൽ ഉപയോഗിക്കുമ്പോഴായിരിക്കും. ഓക്കെ,
അപ്പോൾ അതാണ് നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ് അസറ്റൈൽ കോളിനും അതുപോലെ തന്നെ ഡോപ്പമിനും. സിനാപ്സുകളുടെ ധർമ്മം അവയവങ്ങളുടെ വേഗം അതുപോലെ തന്നെ ദിശ എന്നിവ ക്രമീകരിക്കുക എന്നുള്ളതാണ്. മുമ്പേ കണ്ട സിനാപ്സിൻ്റെ ധർമ്മം അഥവാ ഫംഗ്ഷൻ വേഗം അതുപോലെ ദിശ എന്നിവ ക്രമീകരിക്കുകയാണ്. ദിശ അനുസരിച്ച് നാഡീയ കോശങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. സംവേദ നാഡീയ കോശമെന്നും പ്രേരക നാഡീയ കോശമെന്നും, സെൻസറി നെർവ് സെൽസ് എന്നും അതുപോലെ തന്നെ മോട്ടോ നെർവ് സെൽസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. ദിശ അനുസരിച്ചിട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് സംവേദ നാഡീകോശമെന്നും അതുപോലെ പ്രേരക നാഡീകോശമെന്നും നമുക്ക് വിളിക്കാം. സെൻസറി നെർവ് സെൽസ് എന്നും മോട്ടോർ നെർവ് സെൽസ് എന്നും നമുക്ക് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിനാപ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. രണ്ട് നെർവെൻറ്റുകൾ തമ്മിൽ ചേരുന്നിടത്ത് ഇവിടെ വേണമെങ്കിൽ ഇതൊരു സിനാപ്സാണ്. ഒരു നെർവെൻറ്റ് ഇവിടെ ചേരുന്നു, അതുപോലെ തന്നെ മറ്റൊരു നെർവെൻറ്റ് എൻ്റെ ചേരുന്നു. ഇതൊരു സിനാപ്സാണ്. ഇവിടെ ഒരു സിനാപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂറോണും ഒരു നെർവ് സെല്ലും അതുപോലെ തന്നെ മസിൽ സെല്ലും കൂടെ ചേരുന്നുണ്ട്. അതും എന്താണ്, ഒരു സിനാപ്സാണ്. അതുപോലെ തന്നെ ഒരു നെർവ് സെല്ലും ഗ്രന്ഥി സെല്ലും, ഇവിടെ മസിൽ സെല്ലാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥി, നമ്മുടെ ഇപ്പം ഒരുപാട് ഗ്രന്ഥികളുണ്ടല്ലോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഗ്രന്ഥികളുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രന്ഥിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ആ ഒരു ജംഗ്ഷനെ നമ്മൾ എന്ത് വിളിക്കാം, സിനാപ്സ് എന്ന് വിളിക്കാം. അപ്പം എപ്പോഴും നെർവും തമ്മിലുള്ള എൻഡിങ് അല്ല സിനാപ്സ്, നെർവും മസിലും തമ്മിലാവാം, നെർവും ഗ്രന്ഥി തമ്മിലും ആകാം. മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ സുഷുപ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. സംവേദ നാഡീകോശങ്ങൾ അഥവാ സെൻസറി നെർവ് സെൽസ്. 2 ആണ്. മസ്തിഷ്കത്തിലേക്കും അതുപോലെ തന്നെ സുഷുപ്നയിലേക്കും സന്ദേശം വഹിക്കുന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസറി നെർവ് സെൽസ്. അതുപോലെ തന്നെ മസ്തിഷ്കത്തിൽ നിന്നും സുഷുപ്നയിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്ന നാഡീകോശമാണ് പ്രേരക നാഡീകോശം അഥവാ മോട്ടോർ നെർവ് സെൽസ്. മുമ്പേ പറഞ്ഞത് സെൻസറി നെർവ് സെൽസ്, ഈ പറഞ്ഞത് മോട്ടോർ നെർവ് സെൽസ്. നാഡികൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കല അറിയപ്പെടുന്ന പേരാണ് യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് വിളിക്കും. അപ്പം ഒരു നാഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം നെർവ് ഫൈബേഴ്സ് ചേർന്നതാണ്. കുറേയധികം നെർവ് ഫൈബേഴ്സ് ചേർന്നിട്ടാണ് ഒരു നാഡി അഥവാ ഒരു നെർവ് ഫോം ചെയ്യുന്നത്. അതിനകത്ത് കുറേയധികം ആക്സോണുകളുണ്ടാവും, കുറേയധികം നെർവ് ഫൈബറുകൾ ചേർന്നായിരിക്കും ഒരു നാഡി എന്നറിയപ്പെടുക. ഇതിനെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് നിർത്തുന്ന ആളാണ് യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂ. നാഡികൾ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കല യോജക കല അഥവാ കണക്റ്റീവ് ടിഷ്യൂ. നാഡികളെ അവയുടെ ധർമ്മം അനുസരിച്ചിട്ട് 3ആയിട്ട് തിരിക്കാൻ വേണ്ടി സാധിക്കും. സംവേദ നാഡി, പ്രേരക നാഡി ആൻഡ് സമ്മിശ്ര നാഡി. അതായത് അഫറൻറ്റ് നെർവ് ആൻഡ് മിക്സഡ് നെർവ്. അവയുടെ ധർമ്മം അഥവാ ഫംഗ്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ തരം തിരിച്ചിരിക്കുന്നത്. സംവേദ നാഡി, എഫറൻറ്റ് നെർവ് ആൻഡ് മിക്സഡ് നെർവ്. ഓക്കെ, അഫറൻറ്റ് നെർവ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സ്പൈനിലേക്ക് സിഗ്നൽസ് കൊണ്ടുപോവുക. ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇമ്പൾസിനെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാണ്, കയ്യിൽ നിന്നുള്ള ഇമ്പൾസിനെ തലയിലേക്കോ അല്ലെങ്കിൽ സ്പൈനിലേക്കോ കൊണ്ടുപോവുക. അതുപോലെ തന്നെ പ്രേരക നാഡി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നേരെ തിരിച്ച് ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസിനെ ഒറ്റ ഡയറക്ഷനുള്ളൂ, ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസിനെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ കാലിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോൾ സമ്മിശ്ര നാഡി എന്ന് പറയുമ്പോഴത്തേക്ക് ടു ആൻഡ് ഫ്രം ഉള്ള ഡയറക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ സ്പൈനിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൈനിലേക്കുള്ള സിഗ്നൽ ഉണ്ടാവും, അതുപോലെ തന്നെ സ്പൈനിൽ നിന്ന് തിരിച്ച് മസിലിലേക്കുള്ള സിഗ്നലും ഉണ്ടാവും. ടു ആൻഡ് ഫ്രം ബൈഡയറക്ഷനായിരിക്കും, സിഗ്നൽ ബൈഡയറക്ഷനായിട്ട് സഞ്ചരിക്കും. അതിനായിരിക്കും നമ്മൾ സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ് എന്ന് വിളിക്കുക. സംവേദ നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്ന നാഡിയാണ് സംവേദ നാഡി അഥവാ സെൻസറി നെർവ്. സംവേദ നാഡി തന്തുക്കൾ നെർവ് ഫൈബേഴ്സ് ചേർന്നുണ്ടാകുന്ന നാഡിയാണ് സംവേദ നാഡി. അതുപോലെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്ന നാഡിയാണ് സംവേദ നാഡി. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സിഗ്നൽസ് ബ്രെയിനിലേക്കും സ്പൈനിലേക്കും എത്തിക്കുകയാണ് സംവേദ നാഡി ചെയ്യുന്നത്. അതുപോലെ പ്രേരക നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്ന നാഡിയാണ് പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ്. പ്രേരക നാഡി തന്തുക്കൾ ചേർന്നുണ്ടാകുന്ന നാഡിയാണ് പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ്. തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന നാഡിയാണ് പ്രേരക നാഡി അഥവാ മോട്ടോർ നെർവ്. അതുപോലെ സംവേദ നാഡി തന്തുക്കളും പ്രേരക നാഡി തന്തുക്കളും ചേർന്നുണ്ടാകുന്ന നാഡിയാണ്. 2 ടൈപ്പ് നാഡികളും ഉണ്ടാവും, 2 ടൈപ്പ് നെർവും ഉണ്ടാവും. അതിനെയായിരിക്കും നമ്മൾ മിക്സഡ് നെർവ് അഥവാ സമ്മിശ്ര നാഡി എന്ന് വിളിക്കുക. ഇനിയിപ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുന്ന നാഡിയാണ്
സമ്മിശ്ര നാഡി അഥവാ മിക്സഡ് നെർവ്. ഇനിയിപ്പം നെർവസ് സിസ്റ്റത്തെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്നും അതുപോലെ തന്നെ പെരിഫറൽ നാഡീ വ്യവസ്ഥ. ഇവിടെ പെരിഫറൽ നാഡീ വ്യവസ്ഥയാണ്. കേന്ദ്ര നാഡീ വ്യവസ്ഥയെന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥയെന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ കേന്ദ്ര നാഡീ വ്യവസ്ഥയെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് മസ്തിഷ്കം അഥവാ ബ്രെയിൻ എന്നും സുഷുപ്ന അഥവാ സ്പൈൻ എന്നും വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഇവിടെ എന്തായിരുന്നു? ഇവിടെ പെരിഫറൽ നാഡീ വ്യവസ്ഥയാണ് അല്ലേ. ഈ പെരിഫറൽ നാഡീ വ്യവസ്ഥ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ശിരോനാഡികൾ അഥവാ ക്രേനിയൽ നെർവ്സ് ശിരോനാഡി അഥവാ ക്രേനിയൽ നെർവ്സ്, അതുപോലെ തന്നെ സുഷുപ്ന നാഡി അഥവാ സ്പൈനൽ നെർവ്സ് എന്നും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം നാഡീ വ്യവസ്ഥയെ നമുക്ക് ബേസിക്കലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും ഡിവൈഡ് ചെയ്യാം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത് ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനുമാണ്. അതുപോലെ തന്നെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണ്? ക്രേനിയൽ നെർവ്സും സ്പൈനൽ നെർവ്സുമാണ് ഉള്ളത്. ഓക്കെ, മനുഷ്യ ശരീരത്തിലുള്ള ശിരോനാഡികളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 12 ജോഡിയാണ് അഥവാ 24 എണ്ണമാണ്. ക്രേനിയൽ നെർവ്സിൻ്റെ എണ്ണം, ശിരോനാഡികളുടെ എണ്ണം 12 ജോഡി അഥവാ 24 എണ്ണം. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലുള്ള സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡി അഥവാ 62 എണ്ണമാണ്. അതുപോലെ നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്താണ്? മസ്തിഷ്കം അഥവാ ബ്രെയിൻ. മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗം തലയോട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 സ്തരപാളികളുള്ള ആവരണം അറിയപ്പെടുന്നത് മെനിഞ്ചസ് എന്നാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന 3 സ്തരപാളിയുള്ള ആവരണം എന്താണ്? മെനിഞ്ചസ് ആണ്. അതുപോലെ മറ്റൊരു ചോദ്യം, മെനിഞ്ചസ് എത്ര ലെയർ ആണ് എന്നുള്ളതാണ്. 3 ലെയറാണ്, 3 പാളിയാണ് ഉള്ളത്. അങ്ങനെയും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മെനിഞ്ചസിന് എത്ര ലെയറുണ്ട്? 3 ലെയറാണ് ഉള്ളത്. അതുപോലെ മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിൽ അതുപോലെ തന്നെ മസ്തിഷ്കത്തിൻ്റെ അറകളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകത്തിൻ്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അഥവാ സെറിബ്രോ സ്പൈനൽ ദ്രവം. രക്തത്തിൽ നിന്നാണ് ഈ ഒരു ഫ്ലൂയിഡ് രൂപപ്പെടുന്നത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. സെറിബ്രോ സ്പൈനൽ ദ്രവത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ അതുപോലെ തന്നെ ഓക്സിജൻ ഇവയൊക്കെ നൽകുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു. അതുപോലെ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് അഥവാ ആക്സിഡൻറ്റിൽ നിന്നൊക്കെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകൾ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ബ്രെയിൻ. അതുപോലെ ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്. ഇവിടെ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ കാണാറുണ്ട്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഓരോരോ പാർട്ടായിട്ട് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം സെറിബ്രം. അപ്പോൾ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്നറിയപ്പെടുക. ഒരുപാട് ചുളിവുകൾ ഉള്ള ഭാഗമാണ് സെറിബ്രം. ഇങ്ങനെ ചുളുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നെർവ്സിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചുളിവുകളൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ധാരാളം ചുളിവുകളും മടക്കുകളും ഉള്ള ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോട്ടക്സ് എന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചാരനിറമുള്ള പുറം ഭാഗത്തിൻ്റെ പേരെന്താണ്? കോട്ടക്സ് എന്നാണ്. അതുപോലെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തിൻ്റെ പേരെന്താണ്? മെഡുല്ല എന്നാണ്. വെളുത്ത നിറമുള്ള ഉൾഭാഗത്തിൻ്റെ പേര് മെഡുല്ല എന്നും ആണ്. അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം എന്ത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്? ബ്രെയിൻ്റെ ഏത് ഭാഗം എന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സെറിബ്രമാണ്. അതുപോലെ ഇന്ദ്രിയാനുഭവങ്ങൾ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസസ് നമുക്ക് തരുന്നത് ഈ പറഞ്ഞ സെറിബ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും ത്വക്കാണെങ്കിലും നാവാണെങ്കിലും എല്ലാം തന്നെ എന്താണ്? നമ്മുടെ 5 പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ നമുക്ക് ആ ഒരു അനുഭവം തരുന്നത് ഈ പറഞ്ഞ സെറിബ്രത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അതുപോലെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. വോളണ്ടറി ആക്ഷൻസിനെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആക്ഷൻസിനെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ്. വോളണ്ടറി ആക്ഷനുണ്ട്, ഇൻവോളണ്ടറി ആക്ഷനുണ്ട്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കൈയുടെയും കാലിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഹൃദയമിടിപ്പ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. അതാണ് ഇൻവോളണ്ടറി ആക്ഷൻ. നമ്മുടെ ബ്രീത്ത് ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ നമ്മുടെ കൺട്രോളല്ല, ഇൻവോളണ്ടറി ആക്ഷനാണ്. അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് വേറൊരാളാണ്. ആരാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് സെറിബ്രം. അപ്പോൾ ഓർക്കേണ്ടത് ഏറ്റവും വലിയ ഭാഗമാണ്. വൈറ്റ് മാറ്റർ ഉണ്ട്, ഗ്രേ മാറ്റർ ഉണ്ട്,
ചാര നിറമുള്ള പുറം ഭാഗത്തെ കോട്ടക്സ് എന്ന് വിളിക്കും. അതുപോലെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ നമ്മൾ മെഡുല്ല എന്ന് വിളിക്കും. ചിന്ത, ബുദ്ധി, ഓർമ്മയൊക്കെ സെറിബ്രത്തിൻ്റെ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഉളവാക്കുന്നത് സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. അതുപോലെ തന്നെ വോളണ്ടറി ആക്ഷൻ അഥവാ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് തലാമസ്. തലാമസിനെ പറ്റി ചോദിച്ചിരിക്കുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റനാണ്. റിലേ സ്റ്റേഷൻ ഓഫ് എ ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരത്തിലെ അല്ലെങ്കിൽ ബ്രെയിനിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ തലാമസ് ആണ്. തലാമസ് സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു. സെറിബ്രത്തിലേക്കും അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ പുനഃപ്രസരണ കേന്ദ്രമാണ്. ഇവയൊക്കെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? തലാമസ് ആണ്. സെറിബ്രത്തിലേക്കും അതുപോലെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളെ അഥവാ ഇമ്പൾസസിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആരാണ്? തലാമസ് ആണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അപ്പോൾ അതാണ് തലാമസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രാധാന്യമുള്ളവയെ എങ്ങോട്ട് അയക്കുന്നു? സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അപ്പം നമ്മുടെ മറ്റൊരു ചോദ്യം, പെയിൻ കില്ലേഴ്സ് വർക്ക് ചെയ്യുന്നത് എവിടെയെന്ന് ചോദിക്കും. പെയിൻ കില്ലേഴ്സ് വർക്ക് ചെയ്യുന്നത് തലാമസിലാണ്. കാരണം ആ ഒരു റിലേ അങ്ങ് കട്ട് ചെയ്യാം. നമുക്ക് ആ വേദന റിലേ സ്റ്റേഷൻ ഓഫ് എ ബോഡി എന്നറിയപ്പെടുന്നത് എന്താണ്? തലാമസ് എന്നുള്ള കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു റിലേ അങ്ങ് കട്ട് ചെയ്യുക. കാരണം നമുക്ക് ആ വേദന, ഇപ്പം കാലിലാണ് വേദന എന്നുണ്ടെങ്കിൽ കാലിലേക്കുള്ള തലാമസിനെ ഒന്ന് തളർത്തി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടുള്ള വേദനയുടെ ഇമ്പൾസസ് അങ്ങോട്ട് പോവില്ല, അങ്ങോട്ടുള്ള ട്രാൻസ്മിഷൻ അങ്ങ് നിൽക്കും, വേദനയുടെ സിഗ്നൽ അങ്ങോട്ടുള്ള അങ്ങ് നിൽക്കും. അതുപോലെ സെറിബെല്ലം മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് അത് കാണപ്പെടുന്നത്. അതുപോലെ ചുളിവുകളും ചാലുകളുമുണ്ട്. ഈ പറഞ്ഞ സെറിബെല്ലത്തിലും ചുളിവുകളും ചാലുകളുമുണ്ട്. അതുപോലെ തന്നെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നതും സെറിബെല്ലമാണ്. ഓക്കെ, അപ്പം ഒരാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് എവിടെ? അതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. അത് സെറിബെല്ലത്തെയാണ് ബാധിക്കുക. പേശി ജനങ്ങൾ, അതായത് മസിലിൻ്റെ ഒക്കെ കോർഡിനേഷൻ നഷ്ടപ്പെടും. നേരെ ചൊവ്വേ നടക്കാനും ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതാണ് സെറിബെല്ലം. രണ്ടാമത്തെ വലിയ ഭാഗമാണ് തലച്ചോറിൻ്റെ. അതുപോലെ സെറിബ്രത്തിന് പിന്നിൽ 2 ലെയറായിട്ട് അഥവാ ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ചുളിവുകളും ചാലുകളും ഉണ്ട് സെറിബ്രത്തിലുള്ള പോലെ. അതുപോലെ പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കുള്ളത് മെഡുല ഒബ്ലാങ്കേറ്റ. എന്താണ് മെഡുല ഒബ്ലാങ്കേറ്റ? അതായത് സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. ഈ കാണുന്നതാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ഹൃദയസ്പന്ദനം, ശ്വാസ ഉച്ഛ്വാസം അതുപോലെ എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ, ശ്വാസോച്ഛ്വാസം അതുപോലെ തന്നെ ഹൃദയമിടിപ്പ്, ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല ഒബ്ലാങ്കേറ്റയാണ്. അതുപോലെ ഹൈപ്പോതലാമസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൈപ്പോതലാമസ് ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഹൈപ്പോതലാമസ്. തലാമസിന് തൊട്ട് താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോതലാമസ്. തലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്നു. അതുപോലെ തന്നെ ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു. അതൊക്കെയാണ് ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ. ഹോമോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പോതലാമസ് ആണ്. നമ്മുടെ പ്രധാനപ്പെട്ട വികാരങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ തേഴ്സ്റ്റ്, ദാഹം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ദാഹം, സെക്സ് ഡ്രൈവ്, ഉഷ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ പറയുന്ന ഹൈപ്പോതലാമസ് ആണ്. ഓക്കെ, അതുപോലെ മെഡുല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുപ്ന. നമ്മൾ മെഡുല ഒബ്ലാങ്കേറ്റ കണ്ടിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനാണ് സുഷുപ്ന അഥവാ സ്പൈൻ എന്നറിയപ്പെടുന്നത്. ഇതാണ് കണ്ടില്ലേ, നമ്മുടെ മെഡുല ഒബ്ലാങ്കേറ്റ ഇവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പറഞ്ഞ സ്പൈൻ അഥവാ സുഷുപ്ന. സുഷുപ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് നട്ടെല്ല് അഥവാ വെർട്ടിബ്രൽ കോളം. സുഷുപ്നയുണ്ട്, വെർട്ടിബ്രൽ കോളമുണ്ട്, രണ്ടും രണ്ടാണ്. ഓക്കെ, ഇവിടെ നോക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ സുഷുപ്ന ഉള്ളത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഏകദേശം പകുതി ഭാഗത്തോളം മാത്രമേ ഈ പറഞ്ഞ സുഷുപ്ന അഥവാ സ്പൈനൽ കോഡ് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്നുള്ള കാര്യം പറയാം. അതുപോലെ സുഷുപ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഭാഗമാണ് നട്ടെല്ല് അഥവാ വെർട്ടിബ്രൽ കോളം. സുഷുപ്നയെ ആവരണം ചെയ്തിരിക്കുന്ന ഭാഗം ബ്രെയിനെ ആവരണം ചെയ്തിരിക്കുന്ന പോലെ തന്നെ മെനിഞ്ചസിൻ്റെ കോട്ടിങ് അല്ലെങ്കിൽ മെനിഞ്ചസിൻ്റെ ആവരണം ഇവിടെയുമുണ്ട്, മെനിഞ്ചസിൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടെയുമുണ്ട്. സുഷുപ്നയുടെ ഉള്ളിൽ സെൻട്രൽ കനാൽ എന്ന ചാലിൽ അടങ്ങിയിരിക്കുന്ന ദ്രവം ബ്രെയിനിലുള്ള പോലെ തന്നെയുള്ള ഫ്ലൂയിഡ് ഇവിടെയുമുണ്ട്. അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഇവിടെയുമുണ്ട്. സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തിക്കുക എന്നുള്ളതാണ്.
പിന്നെ അതുപോലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഷോക്കിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഇവയൊക്കെയാണ് ഇതിൻ്റെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പ്രധാന ഫംഗ്ഷൻ. അതുപോലെ സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. ബ്രെയിൻ്റെ കേസിൽ നമ്മൾ തിരിച്ചാണ് പറഞ്ഞത് അല്ലേ, വെളിയിൽ ഗ്രേ കളറും അകത്ത് മെഡുലയുടെ കളറ് വൈറ്റ് ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ നേരെ തിരിച്ചാണ്. വൈറ്റ് മാറ്റർ എവിടെ കാണപ്പെടുന്നത്? ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നു. മൈലിൻ ഷീത്തിൻ്റെ കോട്ടിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ആ ഗ്രേ കളറായിരിക്കും, അതിനെ ഗ്രേ മാറ്റർ എന്ന് വിളിക്കും. മൈലിൻ ഷീത്തിൻ്റെ കളർ എന്തായിരുന്നു? വൈറ്റ് ആണ്. അപ്പം മൈലിൻ ഷീത്ത് ഈ പറഞ്ഞ സുഷുമ്നയുടെ വെളി ഭാഗത്ത് ഒരുപാട് മൈലിൻ ഷീത്തിൻ്റെ കോട്ടിംഗ് ഉള്ള നെർവ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അത് വൈറ്റ് കളറായത് അഥവാ വൈറ്റ് മാറ്ററായിട്ട് മാറിയത്. ഓരോ സുഷുമ്ന നാഡിയും ഡോസൽ റൂട്ട് അതുപോലെ തന്നെ വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത്. ഓരോ സുഷുമ്ന നാഡിയും ഓരോ സ്പൈനൽ നെർവും ഒരു ഡോർസൽ റൂട്ട് അതുപോലെ തന്നെ ഒരു വെൻട്രൽ റൂട്ട് ചേർന്നിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഡോർസൽ റൂട്ട് അതുപോലെ തന്നെ വെൻട്രൽ റൂട്ട് അതുപോലെ തന്നെ ഒരു സുഷുമ്നയുടെ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സ്പൈൻ്റെ സെക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ വൈറ്റ് മാറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, വൈറ്റ് മാറ്റർ വെളിയിൽ, ഗ്രേ മാറ്റർ അകത്തൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡോർസൽ റൂട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ വെൻട്രൽ റൂട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മുമ്പേ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാമെന്ന് പറഞ്ഞല്ലോ, അതായത് സ്പൈനൽ കോഡിൻ്റെ നീളം നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിൻ്റെ പകുതിയോളമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം ഇതാണ്. നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടലിൻ്റെ താഴെ അറ്റം വരെ നീണ്ടു കിടക്കുന്നു. എന്നാൽ മുതിർന്നവരുടേത് നട്ടലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കാരണം നട്ടൽ വളരുന്നതിന് അനുസരിച്ചിട്ട് സുഷുമ്ന വളരുന്നില്ല. സ്പൈനൽ കോഡ് നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് വളരുന്നില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ റീസൺ. നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഉജ്ജീവന ശേഷിയില്ലാത്ത സെൽസാണ് ശരീരത്തിലെ പ്രത്യേകം സെൽസാണ് നെർവ് സെൽസ് എല്ലാം തന്നെ. ഇപ്പം നമ്മുടെ സ്കിന്നാണെന്നുണ്ടെങ്കിലും മസിലാണെന്നുണ്ടെങ്കിലും എന്താണ്, നമുക്ക് ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരും അല്ലേ. പക്ഷേ നെർവ്സ് ഒരിക്കലും തിരിച്ചു വരില്ല. നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട് തന്നെയാണ്, റീകൺസ്ട്രക്റ്റ് ചെയ്യത്തില്ല വീണ്ടും. അതുപോലെ ഇനി നമുക്ക് നോക്കാനുള്ളത് റിഫ്ലക്സ് ആണ്. റിഫ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്ക് അനുസരിച്ചിട്ട് ആകസ്മികമായിട്ട് നടക്കുന്ന പ്രതികരണത്തെ ആയിരിക്കും നമ്മൾ റിഫ്ലക്സ് അഥവാ റിഫ്ലക്സ് ആക്ഷൻ എന്നൊക്കെ വിളിക്കും. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന വഴിക്ക് നമ്മളൊരു ഉള്ള ചവിട്ടി കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കാല് പിൻവലിക്കും. അതിനായിരിക്കും നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറയാം. അതുപോലെ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാരപാതയുണ്ട്, അതിന് പറഞ്ഞ പേരായിരിക്കും റിഫ്ലക്സ് ആർക്ക്. അത് നമ്മളിപ്പോൾ നോക്കും. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങൾ അഥവാ ഇമ്പൾസ് സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്ന പേരാണ് റിഫ്ലക്സ് ആർക്ക്. അതുപോലെ റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുഷുമ്നയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ അല്ല. ഓപ്ഷനകത്ത് തീർച്ചയായിട്ടും ബ്രെയിൻ ഉണ്ടാവും. ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും ഉണ്ടാവും. ബ്രെയിൻ മാർക്ക് ചെയ്യരുത്. ഇതിൻ്റെ ആൻസർ എന്താണ്? സ്പൈൻ അഥവാ സുഷുമ്നയാണ് റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, എല്ലാം അങ്ങനെ ആയിരിക്കണം എന്നല്ല, ചില എക്സെപ്ഷൻസ് ഉണ്ട് പറയാം. അതായത് ഇപ്പം നമ്മുടെ കണ്ണിലേക്കൊരു ഈച്ച പറന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളതുപോലും അറിയാതെ പലപ്പോഴും നമ്മൾ തന്നെത്താൻ കണ്ണങ്ങ് അടയ്ക്കും അല്ലേ. അവിടെ ആ ഒരു റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈൻ അല്ല കൺട്രോൾ ചെയ്യുന്നത്, ബ്രെയിൻ തന്നെയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി സുഷുമ്നകൾ വർത്തിക്കുന്ന റിഫ്ലക്സുകൾ അറിയപ്പെടുന്ന പേരാണ് സ്പൈനൽ റിഫ്ലക്സുകൾ. 2 തരം റിഫ്ലക്സ് ഉണ്ട്. സെറിബ്രൽ റിഫ്ലക്സ് ഉണ്ട്, അതുപോലെ സ്പൈനൽ റിഫ്ലക്സ് ഉണ്ട്. റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി സുഷുമ്ന വർത്തിക്കുന്നു. അത്തരം റിഫ്ലക്സുകളെ അറിയപ്പെടുന്ന പേരാണ് സ്പൈനൽ റിഫ്ലക്സ്. റിഫ്ലക്സ് ആക്ഷൻ ദോസ് ആർ കൺട്രോൾഡ് ബൈ സ്പൈൻ ആർ കോൾഡ് സ്പൈനൽ റിഫ്ലക്സ് അല്ലേ. റിഫ്ലക്സ് ആക്ഷൻ എന്താണ്? റിഫ്ലക്സ് ആക്ഷനെ സ്പൈനാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്പൈനൽ റിഫ്ലക്സ് എന്നും, അതുപോലെ റിഫ്ലക്സ് ആക്ഷനെ നമ്മുടെ ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അഥവാ സെറിബ്രമാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെറിബ്രൽ റിഫ്ലക്സ് എന്നും വിളിക്കും. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് റിഫ്ലക്സ് ആർക്ക്. ഒരു റിഫ്ലക്സ് ആർക്ക് മുമ്പേ പറഞ്ഞല്ലോ, ഒരു റിഫ്ലക്സ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഉദ്ദീപനം അഥവാ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്ത്, ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ട്രാവൽ ചെയ്യുന്ന ആ ഒരു പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരായിരിക്കും റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കും. ഇവിടെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരാൾ തീയിലേക്ക് തൊടുന്ന സമയത്ത് എന്താണ് അറിയാതെ തൊടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കൈ പിൻവലിക്കും.
എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇവിടെ തൊടുന്ന സമയത്ത് എന്താണ്, ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാകുന്നു. ആ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് പതുക്കെ ട്രാവൽ ചെയ്ത് ഇതെവിടെ റിഫ്ലക്സ് ആക്ഷനെ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് സ്പൈനാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്പൈനിലേക്ക് എത്തും. ഡോർസൽ റൂട്ട് വഴി ഇത് ഡോർസൽ റൂട്ടാണ് എൻ്റർ ചെയ്യുന്നത്. സ്പൈനിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഡോർസൽ റൂട്ട് വഴിയായിരിക്കും. അതുപോലെ തന്നെ എക്സിറ്റ് ആവുന്നത് സ്പൈനൽ നെർവിൽ നിന്നും എക്സിറ്റ് ആവുന്നത് വെൻട്രൽ റൂട്ട് വഴിയായിരിക്കും. വെൻട്രൽ റൂട്ട് വഴി എന്താണ്, സിഗ്നൽ വന്നിട്ട് മസിലിലേക്ക് വരും അല്ലേ. മസിലിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് മസിലിലേക്ക് എന്ത് സിഗ്നലാണ് വന്നത്, പെട്ടെന്ന് കൈ പിൻവലിക്കാനുള്ള സിഗ്നലാണ് വന്നത്. അപ്പോൾ തന്നെ നമ്മൾ കൈ പിൻവലിക്കും. നമ്മൾ പോലും അറിയാതെ ബ്രെയിനിലേക്കൊന്നും പോയില്ല. ഈ റിഫ്ലക്സ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ സ്പൈനൽ നെർവ് തന്നെയാണ്. ഓക്കെ, കാരണം വളരെ ഫാസ്റ്റായിട്ടാണ് ആ ഒരു ആക്ഷൻ നടന്നത്. നമ്മുടെ കൈയിലേക്കും കാലിലേക്കുള്ള നെർവ്സ് പോകുന്നത് പ്രധാനമായിട്ടും സ്പൈനിൽ നിന്നാണ് പോകുന്നത്, അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട നെർവുകൾ പോകുന്നത്. അപ്പം ഇതാണ് ഒരു റിഫ്ലക്സ് ആർക്ക് എന്ന് പറയാം. ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് സഞ്ചരിക്കുന്ന ആ ഒരു പാത്തിനെ പറയുന്ന പേരായിരിക്കും റിഫ്ലക്സ് ആർക്ക്. ഇവിടെ ഗ്രാഹിയുണ്ട് അഥവാ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആവേഗങ്ങൾ രൂപപ്പെടുന്നു, ഇമ്പൾസ് രൂപപ്പെടുത്തുന്നു. അതുപോലെ സംവേദനാഡി എന്ന് പറയുമ്പോഴത്തേക്ക് സെൻസറി നെർവ്സ് ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. സെൻസറി നെർവ്സ് സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഡോർസൽ റൂട്ട് വഴി ഇവിടെ ഇൻ്റർ ന്യൂറോണിലേക്ക് എൻ്റർ ചെയ്യും. എന്താണ് ഇൻ്റർ ന്യൂറോൺ? സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം. സെൻസറി നെർവിനെയും മോട്ടോർ നെർവിനെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർ ന്യൂറോൺ. സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണ നിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു. എന്നിട്ട് പിന്നീട് എന്താണ്, പ്രേരക നാഡി അഥവാ മോട്ടോർ ന്യൂറോൺ വഴി സുഷുമ്നയിൽ നിന്നുള്ള സന്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊടുക്കുന്നു. ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യും, പേശികളുടെ പ്രവർത്തനത്താൽ കൈ പിൻവലിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരു പാത്തിനെ ആയിരിക്കും നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് വിളിക്കുക. ഇവിടെ ആപ്പാടെ ഒരേ ഒരു കാര്യം ഓർത്താൽ മതി, ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും എന്താണ്, സിഗ്നൽ എൻ്റർ ചെയ്യുന്നത് ഇൻ്റർ ന്യൂറോണിലേക്ക് സിഗ്നൽ എൻ്റർ ചെയ്യുന്നത് ഡോർസൽ റൂട്ട് വഴിയും, അതുപോലെ തന്നെ സിഗ്നൽ എക്സിറ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ ഇൻ്റർ ന്യൂറോണിൽ നിന്ന് സിഗ്നൽ വെളിയിലേക്ക് വരുന്നത് വെൻട്രൽ റൂട്ട് വഴിയും ആയിരിക്കും. ഇതേ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമുള്ളൂ. അതുപോലെ സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർ ന്യൂറോൺ. അടിയന്തര സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന ശാരീരിക മാറ്റമാണ് ഹൃദയമിടിപ്പ് കൂടുക, അതുപോലെ ശ്വാസനാളം വികസിക്കുന്നു, അതുപോലെ ഉമനീര് ഉൽപ്പാദനം കുറയുന്നു. ഇവയൊക്കെ എന്ന് പറഞ്ഞാൽ എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതുപോലെ ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. എന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്തിൻ്റെ ഭാഗം എന്നതാണ് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യം. എന്തിൻ്റെ ഭാഗമാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അതുപോലെ സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഓക്കെ, അത് നമുക്ക് നോക്കാം. സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതുപോലെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ചേരുന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ഇതൊക്കെയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ജസ്റ്റ് ഇപ്പം കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, അതുപോലെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നു, ശ്വാസനാളം വികസിക്കുന്നു, ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇവയൊക്കെയാണ് സിമ്പത്തറ്റിക് വ്യവസ്ഥ. ഇനിയിപ്പോൾ പാരാസിമ്പത്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, ശ്വാസനാളം സങ്കോചിക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാക്കുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നു. അപ്പം ഇതാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ നടക്കുക. ഇപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പം സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പട്ടി നിങ്ങളെ ഓടിക്കാൻ നിൽക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കാം. പാരാസിമ്പത്തറ്റിക് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയും മനസ്സിൽ വിചാരിക്കാം. സിമ്പത്തറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെന്താണ്, കുറച്ച് ടെൻഷനിലാണ്, നമ്മളെ പട്ടി ഓടിക്കാൻ വരികയാണ് അല്ലേ.
പട്ടി ഓടിക്കാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾസ് വികസിക്കുകയോ സങ്കോചിക്കുകയോ വികസിക്കുകയല്ല ചെയ്യുക. നമ്മുടെ മാക്സിമം ലൈറ്റ് എടുത്തിട്ട് നമ്മൾ നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ വഴിയുണ്ടോ അതുവഴിയൊക്കെ നമ്മൾ ഓടാൻ വേണ്ടി നോക്കും. അപ്പോൾ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു. അതുപോലെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുകയോ കുറയോ, ഉള്ള വിശപ്പെല്ലാം പോകും, നമ്മൾ ഓടി രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ. അപ്പോൾ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയും. അതുപോലെ ശ്വാസനാളം വികസിക്കുകയല്ല ചെയ്യുക. ഏറ്റവും കൂടുതൽ ശ്വാസം വലിച്ച് കയറ്റാൻ വേണ്ടിയല്ല നമ്മൾ ശ്രമിക്കുക. ശ്വാസം വലിച്ച് കയറ്റി നമ്മൾ എനർജി റിലീസ് ചെയ്ത് നമ്മൾ ഓടാനല്ല ശ്രമിക്കുക. ശ്വാസനാളം വികസിക്കുന്നു. ഹൃദയ ഇടിപ്പ് കൂടുകയോ കുറയുമോ, സ്വാഭാവികമായിട്ടും കൂടും. പേടിച്ചിട്ട് ഹൃദയമിടിപ്പ് കൂടും. അതുപോലെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കും. തൽക്കാലം അത് നിർത്തിവെക്കും. അവിടുത്തെ ആ മൂവ്മെൻറ്റും കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് നമ്മൾ ഓടി രക്ഷപ്പെടാൻ വേണ്ടിയായിരിക്കും ശ്രമിക്കുക. അതുപോലെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എടുത്ത് പെട്ടെന്നുള്ള എനർജി ഗ്ലൂക്കോസ് ആക്കി മാറ്റും. കാരണം നമുക്ക് ഓടി രക്ഷപ്പെടണം, അപ്പോൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. അതുപോലെ കുടലിലെ പെരിസ്റ്റാൾസിസ്, കുടലിലെ ആക്ഷനൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു. അതുപോലെ ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും. സ്വാഭാവികമായിട്ടും അഡ്രിനാൽ പോലെയൊക്കെയുള്ള ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടും. അതുപോലെ മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കും. ഇനിയിപ്പോൾ നേരെ തിരിച്ച് പാരാസിമ്പതറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ ഉറങ്ങി കിടക്കുന്ന അവസ്ഥ സങ്കല്പിക്കാനല്ലേ പറഞ്ഞത്. അപ്പം കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങും. അതുപോലെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടും. ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടും. അതുപോലെ ശ്വാസനാളം സങ്കോചിക്കും. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായിരിക്കും. അതുപോലെ ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലായിരിക്കും. അതുപോലെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റും, അല്ലെങ്കിൽ ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കും. ഉറങ്ങി കിടക്കാണ്, അധികം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കിടക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ഫാറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജനാക്കി ശരീരത്തിൽ സൂക്ഷിക്കും, അഥവാ ലിവറിൽ സൂക്ഷിക്കും. അതുപോലെ കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാവും. ഡൈജഷൻ പ്രോസസ്സൊക്കെ സാധാരണ നിലയിൽ നടക്കും. അതുപോലെ തന്നെ ഹോർമോൺ ഉൽപ്പാദനം സാധാരണ രീതിയിലായിരിക്കും, അഥവാ കുറയും. അതുപോലെ മൂത്രാശയം ചുരുങ്ങുന്നു. ഇതൊക്കെയാണ് പാരാസിമ്പത്തറ്റിക്കിൻ്റെ വ്യവസ്ഥകൾ. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. അപ്പോൾ പറഞ്ഞു, സിമ്പത്തറ്റിക് വ്യവസ്ഥയും പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയും ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നാഡീവ്യവസ്ഥയും നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങളുമാണ്. അപ്പം നമുക്ക് നോക്കാം, രോഗവും കാരണവും ലക്ഷണം എന്തൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം. പ്രധാനമായിട്ടും അൾഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം അഥവാ എപ്പിലെപ്സി, ഇവയൊക്കെയാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ. കാരണം അൾഷിമേഴ്സിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ ആലയമായ അഥവാ ഇൻസോലുബിളായിട്ടുള്ള ഒരുതരം പ്രോട്ടീന് അടിഞ്ഞുകൂടുന്നു. അങ്ങനെയാണ് അൾഷിമേഴ്സ് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ അതാണ് അതിൻ്റെ കാരണം. ലക്ഷണം എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കേവല ഓർമ്മ പോലും നഷ്ടപ്പെടും. അതുപോലെ കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാതെ വരിക, ഇതൊക്കെയാണ് അൾഷിമേഴ്സിൻ്റെ ലക്ഷണം. അതുപോലെ പാർക്കിൻസൺസ് ഉണ്ട്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലമാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന നാഡീപ്രേഷകത്തിൻ്റെ അഥവാ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും ഇതിന് കാരണമായിട്ട് മാറും. പാർക്കിൻസൺസ് ഇതിൻ്റെ ലക്ഷണം ശരീരത്തിൻ്റെ തുലന നില നഷ്ടപ്പെടുക, അതുപോലെ പേശികളുടെ ക്രമരഹിതമായിട്ടുള്ള ചലനം, ശരീരത്തിന് വിറയൽ, വായിൽ നിന്ന് ഉമിനീര് ഒഴുകുക, ഇവയൊക്കെ ആയിരിക്കും ഇതിൻ്റെ ലക്ഷണം. ഇനിയിപ്പോൾ അപസ്മാരം അഥവാ എപ്പിലെപ്സി, അതിൻ്റെ കാരണം തലച്ചോറിൽ തുടർച്ചയായി അതുപോലെ ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാവുക, വൈദ്യുതി പ്രവഹിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ലക്ഷണം തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, അതുപോലെ വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പിടിക്കുക, അതുപോലെ തന്നെ തുടർന്ന് രോഗി അബോധാവസ്ഥയിലാവുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ള ഇത്രയും കാര്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്ന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഇത് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്നിലധികം തവണ കാണണം. കാരണം ഇവിടെ നിന്ന് സ്ഥിരം ക്വസ്റ്റ്യൻസ് വരും. അല്ലാത്തവർക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടാൻ വേണ്ടി ഉപയോഗിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.